സോ ഹലോ ഗൈസ്, നമ്മൾ ഹിൽ ക്ലൈംബ് ആണ്. ഹിൽ ക്ലൈംബ് റേസിംഗ് ആണ് നമ്മളെ മെയിൻ സ്ട്രീമിംഗ് ഐറ്റം. സോ ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം വീഡിയോ കണ്ടാൽ കിട്ടോ. ഒരു പ്രോ ഹിൽ ക്ലൈംബ് റേസർ ആണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ആദ്യം വാങ്ങേണ്ട വണ്ടി ഏതാ ഗൈസ്? നമ്മളെ 1 2 3 4 5 അഞ്ചാമത്തെ ഹിപ്പി വാന് പറഞ്ഞ ഈ വാന്, ഈ റെയിൻബോ ഗ്രാഫിക്സ് ഒക്കെ ഉള്ള ഇത് സെറ്റ് സാധനമാണ്. ഇതിൻ്റെ അതായത് ഞാൻ ഇതിൻ്റെ മുമ്പ് കുറേ ആയിട്ട് ഹിൽ ക്ലൈംബ് കളിച്ചു കേട്ടോ. അതിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടി ആയതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഈ വണ്ടികളൊന്നും ഞാൻ വാങ്ങാതെ ആദ്യം തന്നെ ഹിപ്പി വാൻ വാങ്ങി. എന്നിട്ട് ഗൈസ് ഇത് ട്യൂൺ ചെയ്തിട്ട് ഫുൾ നമ്മളെ ലെവൽ മൊത്തം മാക്സ് ആണ് കേട്ടോ. ഇതിൻ്റെ പിസ്റ്റണ്, ഷോക്ക് ആബ്സർ, ബൂസ്റ്റ്, മറ്റേ ഫ്യൂൽ കപ്പാസിറ്റി ഫുൾ മാക്സ് ആണ്. ഇതെല്ലാം മാക്സ് ആക്കിയപ്പോൾ വണ്ടി പവർ ഏതാ സാധനം അറിയോ? പെർഫോമൻസ് ഒന്ന് കണ്ടോ ഗൈസ്? നമുക്ക് ജസ്റ്റ് ഏതാ ഒരു സ്റ്റേജ് എടുക്കാം, കൺട്രി സൈഡ് തന്നെ എടുക്കാം. ഈ വണ്ടി പോണ ഇതിന്റെ പുള്ളിയും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും. ജസ്റ്റ് നോക്കിയിട്ട് ഇതാ തുടങ്ങാണ് പോണോക്കി. ഏതാ റോക്കറ്റ് പോണേ പോണേ. ഓ പറക്കണോക്ക്. ഹിൽ ക്ലൈംബിന്റെ ചരിത്രത്തിൽ ഉണ്ടായ ഇങ്ങനെ ഈ പറയാ എന്റെ അഭിപ്രായം എന്താ? വണ്ടി ട്യൂൺ ചെയ്തപ്പോ എന്നാണ്ട് ശരിക്കും ഇതിന്റെ ഈ മീറ്റർ ബോർഡിൽ നോക്കിയാൽ മതിട്ടോ ഗൈസ്. RPM-ഉം ബൂസ്റ്റും റെഡിലെത്തി എടുക്കുക. അതിന് മാത്രം നമ്മൾ ട്യൂൺ ചെയ്ത് സെറ്റ് ആക്കി. അത് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒരു ജസ്റ്റ് ഒരു ഇത് കളിട്ടതാണ്. അപ്പോൾ ഇതിന്റെ പെർഫോമൻസ് ഇങ്ങനെ മനസ്സിലായി ഗൈസ്. നമ്മൾ ഫസ്റ്റ് എടുത്ത വണ്ടി തന്നെ ഇതാട്ടോ, ഫുൾ മാക്സിമം ആണ് ഇതിൻ്റെത്. ഇനി നമ്മളെ ഈ വണ്ടിന്റെ റെക്കോർഡുകൾ നോക്കിയാൽ മതി നിങ്ങൾ. കൺട്രി സൈഡിൽ 1400, 1209, അതുപോലെ തന്നെ സീസണിൽ 4565, ഡെസേർട്ടിൽ 1426, ആർട്ടിക്കിൽ 987. ഹൈവേ ആണ് ഏറ്റവും വലിയ റെക്കോർഡ് കേട്ടോ, 6108. കേവില് 1022, മൂണില് 851, ബൂട്ട് ക്യാമ്പില് 2927, മാർസിൽ 957. ഗൈസ് ഇതൊക്കെ നമ്മൾ ഹിപ്പി വാനോണ്ട് അടിച്ചെടുത്ത റെക്കോർഡുകളാട്ടോ. നമ്മൾ ഏത് സ്റ്റേജ് ആണെങ്കിലും മൊത്തം കളിച്ചത് ഹിപ്പി വാനോണ്ടാണ്. നമ്മൾ അത്രയും അതിൽ നമുക്ക് അത്രയും വിശ്വാസം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അത്രയും ട്യൂൺ ചെയ്ത് മാക്സിമം ആക്കി. ഇതിലൊക്കെ ഈ മാക്സിമം ആട്ടോ, ഈ ഇതില്ലേ ഈ ഹൈവേ ഒക്കെ പോയതിൻ്റെ മാക്സിമം ഇതിൻ്റെ അപ്പുറത്തേക്ക് പോവില്ല. അതായത് നമ്മളെ വലിയ ഹൈ ലെവല് മറ്റേ കുന്നുകൾ അതൊക്കെ വരുമ്പോൾ അവിടെ നിന്ന് അതിൻ്റെ മുകളിലേക്ക് വണ്ടി നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ മറിയുക, അതായത് ഫ്രണ്ട് പൊന്തിയിട്ട് മറിഞ്ഞു വെക്കുക. അതുകൊണ്ട് പിന്നെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ഇനി അടുത്ത വണ്ടി ഏതാ എടുക്കണമെന്നാണ് നമ്മളെ ഇത്. അപ്പോൾ നിങ്ങളെ കമൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്യുക. ഏത് വണ്ടി എടുത്താലാണ് നമുക്ക് മുതലാവുക? അതായത് നമ്മൾ എടുക്കുന്ന വണ്ടി മുതലാവണം. ഈ ഫ്രണ്ട് പൊന്തി പോവുക, അങ്ങനത്തെ RPM കൂടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ, അതൊന്നും നടക്കരുത്. വണ്ടി കറക്റ്റ് നേരെ പോകണം.